ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ടയർ വരുന്ന ഒരു മിക്കി മൗസ് തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണിത്. അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പിയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡെക്കറേഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് വന്നിട്ട് 3 kg പിസ്താഷ്യോ കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് 3 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. താഴത്തെ ടയർ വന്നിട്ട് 2 kg, മേളത്തെ ഇത് വന്നിട്ട് 1 kg, ആ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ 1 kg പിസ്താഷ്യോ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു കലണ്ടർ തീമിൽ ചെയ്തിട്ടുള്ള കേക്ക്. അതിൻ്റെ ട്രിപ്പിളായിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അതായത് 12 എഗ്ഗും 3 കപ്പ് മൈദ, ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഏറ്റവും മേളത്തെ ടയർ കേക്ക് വന്നിട്ട് 6 ഇഞ്ച് ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. 2 6 ഇഞ്ച് ടിന്നിലായിട്ടാണ് 4 ലേയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെ ഏറ്റവും താഴത്തെ ടയർ എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് 8 ഇഞ്ച് ടിന്നിലാണ് ചെയ്തിട്ടുള്ളത്. 8 ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ട് 6 ലേയേഴ്സ് ആയിട്ട്, അതായത് 2 ടിന്നിൽ ചെയ്തിട്ട് 6 ലേയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ തവണയായിട്ട് ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് വലിയ ഓവനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, അങ്ങനെ അല്ലാത്തവർക്ക് 2 kgയുടെ ബാറ്റർ ചെയ്തിട്ട് 2 തവണയായിട്ട് ചെയ്യാം. പിന്നെ 1 kgയുടെ സെപ്പറേറ്റും ചെയ്യാം. എങ്ങനെ വേണേലും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ കേക്ക് ലെയറിങ്ങും ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ ലെയറിൽ കൊടുക്കുന്ന ആ ഒരു ഫില്ലിങ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ തലേദിവസം രാത്രിയിലാണ് കേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് പിറ്റേന്ന് ദിവസം രാവിലെയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്രീമെല്ലാം കൊടുത്തതിന് ശേഷം പിന്നീട് സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലെവലാകാത്ത സൈഡിലും അതുപോലെ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പുള്ള സൈഡിലൊക്കെ ക്രീം കുറച്ചും കൂടെ കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയിട്ട് നമുക്കൊന്നൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്തേ ഒന്നും കൂടിയിട്ടൊന്ന് സൈഡ് ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മേളിലേക്ക് നിൽക്കുന്ന ആ ഒരു ക്രീമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നിങ്ങൾ കണ്ടല്ലോ, കേക്ക് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ താഴത്തെ ടയർ റെഡ് കളറാണ് കൊടുക്കാനുള്ളത്. അപ്പം ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ക്രീമിലേക്ക് മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡ് കളറിലൊന്ന് കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ല ഡാർക്ക് റെഡാക്കി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് എമൗണ്ട് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ കളറാക്കിയതിന് ശേഷം ഈ ഒരു വൈറ്റ് ക്രീമിലേക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടിങ്ങാണ് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. വളരെ തിക്കായിട്ട് കൊടുക്കാതെ തിന്നായിട്ടുള്ളൊരു കോട്ടിംഗ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ കേക്കിൽ ഡാർക്ക് കളേഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കയ്പ്പ് രസമൊക്കെ നമുക്കത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാനിത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു വൈറ്റ് ഷെയ്ഡ് കൂടെ കാണുന്ന രീതിയിൽ വേണം കേക്ക് ചെയ്യാനായിട്ട്. വൈറ്റും റെഡും കൂടെ ഒന്ന് ജസ്റ്റ് റെഡിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ കാണുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മേളത്തെ ക്രീം ഒരു ഫോട്ട് ലൈന് പോലെ തന്നെ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രാപ്പ് ചെയ്ത് മാറ്റിയിട്ടില്ല. ഇനി നമ്മുടെ ബോർഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ കണ്ടോ, ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആ ഒരു വൈറ്റ് ഷെയ്ഡ് തെളിഞ്ഞ് വരും. അപ്പോൾ ഇനി ഇതിനെ നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം ഫൈനൽ കോട്ട് വൈറ്റ് ക്രീം കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു റെഡ് ക്രീം കൊടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ടയർ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നോർമൽ വൈറ്റ് ക്രീം തന്നെയാണ് കൊടുക്കുന്നത്, വേറെ കളർ ഷെയ്ഡ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നോർമലി ചെയ്യും പോലെ വൈറ്റ് ക്രീം ഫുള്ളായിട്ട് നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് ഭാഗം ഒന്ന് ലെവലായതിന് ശേഷം മേളിൽ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് ഇതിപ്പോൾ ഒരു രീതിയിൽ സ്പാച്ചില പിടിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്പാച്ചില ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ആ ഡിസൈൻ കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ സൈഡ് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ആ സൈഡിൽ ആ ഒരു ക്രീമില്ലേ, മേളിൽ എഡ്ജസിൽ ആ ഒരു ക്രീം ഇങ്ങനെ പൊന്തിയും താഴ്ന്നിട്ടും ഉള്ള ഒരു ഡിസൈൻ പോലെ കിട്ടും, ഒരു ഫോൾഡ് ലൈൻ പോലെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബോർഡൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഈ ഒരു കേക്കിലേക്കുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ പ്രിൻ്റാണ് കേട്ടോ, എഡിബിളൊന്നുമല്ല, നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രിൻ്റാണ്. ഇത് ഈ ഒരു പ്രിൻ്റ് എടുക്കുന്നത് സ്റ്റുഡിയോയിൽ, നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ള പ്രിൻ്റ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന അതേ ഷീറ്റിൽ തന്നെ അവർ പ്രിൻ്റ് ചെയ്ത് തരും. ഒന്നുകിൽ നമുക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മോഡൽ പറഞ്ഞു കൊടുത്താൽ അവർ തന്നെ ഗൂഗിൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിന് ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ ആ ഒരു പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റിന് ഒരു 100 റുപ്പീസിനകത്തൊക്കെ വരുള്ളൂ. അപ്പം ഞാൻ 1ഉം പിന്നെ ഈ ഒരു മിക്കി മൗസിൻ്റെ പ്രിൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ നിങ്ങൾക്ക് ഇതുപോലെ വുഡൻ സ്ക്യൂവർ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്കി മൗസ് ഡയറക്റ്റ് കേക്കിലേക്കാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കേക്കിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊന്ന് ഫോണ്ടൻറ്റ് പരത്തി അതിൻ്റെ മേളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്ത് അങ്ങനെയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷേപ്പിന് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോഴത്തേന് ഇങ്ങനെ സ്റ്റുഡിയോയിൽ പോയി പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പ്രിൻ്റ്, നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് എഡിബിൾ പ്രിൻ്റാണ് കസ്റ്റമർ പറയുന്നതെങ്കിൽ ആ ഒരു രീതിയിലും എടുത്ത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് കേക്ക് ഒരു 1.5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അന്നേരം തന്നെ കണ്ടോ കുറച്ച് ആ ഒരു വൈറ്റ് ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്രീം ഇങ്ങനെ മിക്സായിട്ട് പുറത്തേക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ കാണുന്ന തരത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സ്റ്റാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ സാധാരണ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ സേഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വുഡൻ സ്ക്യൂവേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്, തിക്കായിട്ടുള്ളത്. ഞാൻ നോർമലി 3 kg വരെ ഇതുപോലെ നോർമൽ സ്ട്രോ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് സെക്കൻഡ് ടയർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു പോർഷനിലേക്ക്, അതായത് എവിടെയാണോ സെൻറ്റർ പോർഷൻ അവിടെയായിട്ട് തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കുക. കറക്റ്റ് ലെവലായതിനു ശേഷം മാത്രമേ നമുക്ക് അടിയിൽ നിന്ന് ആ ഒരു സ്പാച്ചില റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സെൻറ്ററിൽ നിന്നൊരു നല്ല നീളമുള്ളൊരു സ്ട്രോ താഴേക്കൊന്ന് ഫുള്ളായിട്ട് കുത്തി ഇറക്കുന്നുണ്ട് കേക്കിൻ്റെ ഫുൾ ഹൈറ്റിനായിട്ട്. അപ്പം അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പോർഷനിലേക്ക് കുറച്ച് ക്രീം വന്നിട്ട് ഒന്നുകൂടെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഒരു സ്ട്രോയും കൂടെ വെച്ച് ഒന്നും കൂടി ഒന്ന് സേഫ് ആക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്ട്രോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെയും ഒരു ഭാഗത്തും കുറച്ചുകൂടെ ക്രീം ഇട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു രീതിയിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെക്കറേഷൻസ് ചെയ്യാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ആ മിക്കി മൗസിനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ക്രീമിലായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അങ്ങ് സ്റ്റിക്കായി ഇരുന്നോളും. അപ്പോൾ വയ്ക്കുമ്പം കൈയൊന്നും തട്ടാണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫോണ്ടൻറ്റ് ഷീറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നൂറിൻ്റെ നമ്പർ 46ൻ്റെ നോസിൽ എടുത്തിട്ടുണ്ട്. ഷെൽ നോസിലാണ്. അത് വെച്ചിട്ട് കുറച്ച് ഷെൽസ് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണ്ടൻറ്റിൻ്റെ യാതൊരു സാധനങ്ങളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നോർമലായിട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോർമൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് തന്നെ കേക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് മാക്രോൺസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ മാക്രോൺസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു മാക്രോൺസും ചെയ്തിട്ടുള്ളത്. പിന്നെ ഫില്ലിങ്സ് ആയിട്ട് നോർമൽ വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. ഗനാഷോ അങ്ങനത്തെ ക്രീമൊന്നുമല്ല, നോർമൽ ക്രീം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അത് മാക്രോൺസ് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ബോൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സ് ഉണ്ടല്ലോ, ആ ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിനി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 3-4 ബോൾസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടുണ്ട്. വൈറ്റ് കളറിലെയും റെഡ് കളറിലെയും അതുപോലെ തന്നെ ഗോൾഡ് കളറിലെയും കുറച്ച് സ്മോൾ ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേളത്തെ ടയറിൽ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കേക്ക് ഇത് ഇവിടെ ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. താഴെ ഫോണ്ടൻറ്റിൽ നെയിമും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടിയിട്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ FB പേജും മറക്കാതെ എല്ലാവരും ഫോളോ ചെയ്യണം.